അങ്ങനെ 2014 കേരള സംസ്ഥാന സർക്കാരിന്റെ സിനിമാ അവാർഡുകൾ പ്രഖ്യാപിച്ചു. തികച്ചും ന്യൂ ജനറേഷൻ അവാർഡ്. എന്തായാലും ചിലരുടെ നേരം നല്ല നേരം. പക്ഷേ അവാർഡ് പ്രഖ്യാപിച്ച സിനിമാ മന്ത്രിയുടെ നേരം അത്ര നല്ല നേരമല്ലെന്നാ തോന്നുന്നത്. ഇനി ആ വിശ്വവിഖ്യാതമായ മന്ത്രിയുടെ അവാർഡ് ദാന പ്രഖ്യാപനം കേൾക്കാം. പ്രാവശ്യം ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ്. മികച്ച നടി ന്യൂസിയ നസീം. എന്തോ എങ്ങനെ നസിയ നസീം. വാര്യമ്പള്ളിയിൽ മീനാക്ഷിയല്ലോ. നസ്രിയ നസീം. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? ചിത്രകല ഓം ശാന്തി ഓശാന, ബാംഗ്ലൂർ ഡേയ്സ്. മികച്ച പിന്നണി ഗായിക ശ്രേയ ഘോഷാൽ. ഗാനം വിജനതയിൽ പാതി വഴി തീരുന്നു. തിരിച്ചു പറ. ചിത്രം ഹൗ ഓൾഡ് ആർ യു. മികച്ച ഗാനരചയിതാവ് OS ഉണ്ണികൃഷ്ണൻ. ഗാനം എന്തൊക്കെ ബഹളമായിരുന്നു. ഇത്ര പകലിനോട് ഒത്തുചേർന്നിടുമീ രാവെന്തേറെ കറുത്തുപോയി. നിങ്ങൾ വലിയവനാണ്. ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു. ആ ചങ്കൂറ്റം, പിന്നെ ആ അഹങ്കാരം, സംസാരിക്കുമ്പോഴുള്ള അക്ഷരസ്ഫുടത എല്ലാം എനിക്ക് ഇഷ്ടമായി. മികച്ച സംഗീത സംവിധായകൻ രമേഷ് നാരായൺ. ആദിത്യ കിരണങ്ങൾ അഞ്ഞലം എഴുതും. അതാണ് ഗാനം. ചിത്രം വൈറ്റ് ബോയ്സ്. മികച്ച സംഗീത സംവിധായകൻ എന്നെ കൊണ്ട് വെറുതെ ടൂൾസ് എടുപ്പിക്കല്ലേ. ബിജിബാൽ. ശാസ്ത്രീയ സംഗീതം, പശ്ചാത്തല സംഗീതം. ഒരൊലക്ക കിട്ടുമോ? നിനക്ക് ഈ ഇളിപ്പാണ് നല്ലത്. എടാ, ദൈവം ഓരോ കാര്യത്തിനും ഓരോരുത്തരെ സൃഷ്ടിച്ചു വിട്ടിട്ടുണ്ട്. അതിന്റെ ഉദാഹരണമാണ് നീ. ചിത്രം വിവിധ ചിത്രങ്ങൾ. ഇതൊക്കെ എന്ത്? മികച്ച സ്വഭാവ നടൻ അനൂപ് മേനോൻ. 5000 രൂപയും ശില്പവും 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. പകച്ചുപോയി എന്റെ ബാല്യം. ഒരു സിനിമാ മന്ത്രിയാണ് ഇതുവരെ അവാർഡുകൾ പ്രഖ്യാപിച്ചത്. എന്തായാലും ന്യൂ ജനറേഷൻ അവാർഡുകൾ ലഭിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. പ്രത്യേകിച്ച് മ്യൂസിയം നസ്രിയയ്ക്ക് ഒരു വലിയ അഭിനന്ദനം നേരുന്നു നിയാസ് ഈ കുട്ടി. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു.